Hello guys, welcome to our channel EB Fun World. ഹലോ വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ വലിയമ്മേൻ്റെ വീട്ടിൽ വിരുന്നിന് പോയ സമയത്തുണ്ടായ വിശേഷങ്ങളുമായിട്ടാണ്. തിരൂര് വെട്ടത്താണ് കേട്ടോ അമ്മേൻ്റെ വീട് വരുന്നത്. അപ്പം നമ്മൾ പോയ അന്ന് അവിടെ വെട്ടത്ത് ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം അതും കാണാം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഒരു വൈകുന്നേരമാണ് നമ്മൾ അവിടെ എത്തിയത്. വൈകുന്നേരത്തെ നമ്മൾ എത്തിയത് കൊണ്ട് തന്നെ അമ്മായി നല്ല സോഫ്റ്റ് കലത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പുറത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ എൻ്റെ അനിയനും മോനും മോളും ഒക്കെ മൾബറി പറിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മൾബറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. നമ്മളിവിടെ മൾബറിയൊക്കെ തീരുമാനമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിൻ്റെ കൃഷിയൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആൾക്ക് കൃഷി ഗാർഡനിങ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ഒരു സംഭവമാണ് അമ്മായിക്ക് ഈ ഗാർഡനിങ് ഒക്കെ. അപ്പോൾ ഇതാ നമ്മൾ അമ്മായിൻ്റെ ഗാർഡനും ഒക്കെ കണ്ടതിന് ശേഷം നേരെ പോവാണ് ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അമ്മായിൻ്റെ തറവാടിൻ്റെ മുറ്റത്ത് നിന്നാൽ നമുക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ കാണുന്ന അതിർത്തിയാണ് അമ്മായിൻ്റെ തറവാട് വരുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി കൂടെ വരുന്ന എല്ലാ വരവുകളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ലേറ്റ് ചെയ്തത് കാരണം ആന കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം മക്കൾക്ക് ആന കാണുമെന്ന് പറഞ്ഞപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴാണ് ഇതാ ഈ വരവ് വരുന്നത്. ആന പോയി കഴിഞ്ഞാലാണ് ഈ കുതിര വരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ നടന്നു വന്നപ്പോഴേക്കും ആന അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളത് സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. മക്കൾക്കൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കാണ്. നമ്മൾ പിന്നെ മുന്നിലേക്ക് പോയില്ല കേട്ടോ, നല്ല തിരക്കായതുകൊണ്ട് തന്നെ മക്കളും ഉള്ളതല്ലേ. പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അനിയനാണ് ക്ലിപ്പ് എടുത്ത് തന്നിട്ടുള്ളത്. മക്കൾക്ക് നെറ്റിപ്പട്ട ഇട്ട് ആനനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നെറ്റിപ്പട്ട ഊരി വെച്ചിട്ട് ആന തിരിച്ചു വരുന്ന സമയത്ത് ആനനെ നേരിട്ട് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. പിന്നെ അവിടെ മെയിനായിട്ട് ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു നിന്നപ്പോഴേക്കും വീട്ടിൽ നിന്ന് കോൾ വന്നു, വരവ് വരുന്നുണ്ട്, വേഗം വന്നു എന്ന് പറഞ്ഞിട്ട് തിരക്ക് പെട്ടുപോയി. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മക്കളെയും കൊണ്ട് പോവാണ്. നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മായിൻ്റെ കൂടെ വിരുന്ന് വന്നിട്ടും പിന്നെ ഉമ്മയും ഉപ്പയും കൊണ്ടുവന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിതൊരു വൈബാണ്. കുപ്പിവളകളും ടോയ്സും കാര്യങ്ങളൊക്കെ കാണുക, പർച്ചേസ് ചെയ്യുക, ഈ വരവും കാര്യങ്ങളൊക്കെ കാണുക, അതൊക്കെ ഒരു വൈബാണ്. എന്താ പറയുക, ഒരു രസമാണ് കുഞ്ഞായിരുന്ന സമയത്ത് ഇത് കാണാനും ഒക്കെ. നമുക്കിനി പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മായി നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കിട്ടുന്നൊരു കളർ മിഠായി ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കും. എൻ്റെ മക്കൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. ഫസ്റ്റ് ടൈമാണ് അവരിത് കാണുന്നതും ഇതെന്താണെന്നുള്ളത് അറിയുന്നതൊക്കെ. മോനിക്കൊന്നും ഇത് അറിയില്ലായിരുന്നു എന്താണെന്ന്. ഇവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഈ ആളുകളെ കാണിക്കാനാണോ ഈ ഉത്സവം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്നുള്ളത്. അവർക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ഓരോ വരവുകൾ വന്നു തുടങ്ങിയപ്പം അവർക്കും ഭയങ്കര വൈബായി, ഇതാണ് സംഗതി എന്നുള്ളത് മനസ്സിലായി. ഇതാണ് കേട്ടോ ഫസ്റ്റ് വന്ന വരവ്. ഇവരെ വീടിൻ്റെ സൈഡിലൂടെയാണ് ഈ വരവ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുക. നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ അതാ മക്കളൊക്കെ മതിലിൽ കയറി നിൽക്കുന്നുണ്ട്, നമ്മൾ അവരോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല വൈബായിരുന്നു. അപ്പോൾ ആനൻ്റെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ട് നെറ്റിപ്പട്ട കൂരി വെച്ചിട്ട് ആനത തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിലാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോഴേക്കും ഒരു വരവ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞങ്ങൾ വേഗം നിസ്കരിച്ചിട്ടൊക്കെ വന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഒരു വരവ് നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുന്നത്. പിന്നെ ഇതാ ഈ കാണുന്ന ഗൊറില്ല, ചിമ്പാൻസി, ഈ കോഴിയോ എന്താ സംഭവം എന്നറിയില്ല, കുട്ടികളെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അവർക്ക് നല്ല വൈബായിരുന്നത്. അങ്ങനത്തെ ഒന്ന് രണ്ട് വരവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഉത്സവത്തിൻ്റെ ആ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഓരോ വരവിൻ്റെ കൂടെയുള്ള സൗണ്ട് ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ആ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ വെറുതെ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു വൈബ് കണക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ വരവിനും ഞാൻ വോയിസ് ഓവർ അല്ല ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ തന്നെയുള്ള വോയിസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഗൊറില്ല വന്ന സമയത്ത് മക്കൾ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് ഗൊറില്ലനെ അടുത്തേക്ക്. പക്ഷേ അവർക്ക് കേൾക്കില്ല. അവർ ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ
ശബ്ദം കേൾക്കുകയില്ല. കേൾക്കുന്ന ഭാഗത്തേക്കൊക്കെ അവർ വരുന്നുണ്ട്, പക്ഷെ ഇവർ വിളിച്ചപ്പോൾ കേട്ടില്ല. അപ്പോൾ അതിന് കൈ കൊടുക്കണമെന്ന് എൻ്റെ അനിയന് ഭയങ്കര ആഗ്രഹം. എന്നിട്ട് മൂപ്പര് മതിൽമെന്ന് ഇറങ്ങി ഗൊറില്ലയ്ക്ക് കൈ കൊടുത്തതോ. അതെ എന്താണ് വന്നാ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് തന്നെ മക്കൾ നല്ല വൈബായിരുന്നു. പിന്നെ അവരടുത്തേക്കും കൂടെ വരുമ്പോൾ നല്ല ത്രില്ലിലായിരുന്നു അവർ. നല്ല വൈബായിട്ട് പോയി. ഈ ഒരു വരവ് അടിപൊളിയായിരുന്നു. ഇതായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ വരവ്. അങ്ങനെ വരവൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് അമ്മായിൻ്റെ വീട്ടിലേക്ക് തന്നെ എല്ലാവരും കൂടെ പോവുകയാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ആയതിന് ശേഷം അവിടുന്ന് വാങ്ങിച്ച മിഠായികളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച പണ്ടുള്ള മിഠായി ഉണ്ടല്ലോ, അങ്ങനെ കറക്കി കറക്കി കഴിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ഇത് സംഗതി എന്നുള്ളത്. ഇപ്പോൾ നമ്മളിതാ വാങ്ങിച്ച മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈ 2 മിഠായി കേട്ടോ മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിക്കുകയാണ്. അമ്മായി നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതായിരുന്നു എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. സമയം 12:15 ആയിട്ടുണ്ട്. നമ്മുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ 2 അമ്മായികളും ഈ അമ്മായിൻ്റെ മരുമകളും മോളും പേരക്കുട്ടികളും എൻ്റെ മക്കളും അനിയന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. മക്കൾ വേറെ തന്നെ റൂമിൽ അവരവരെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കൂടെ താത്ത ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നുണ്ട്. മക്കൾ പിന്നെ അവരെ ഗെയിം സംബന്ധമായിട്ടുള്ള സംസാരവും കളികളുമാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, എല്ലാവരും ഗെയിമിലാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ നല്ല വൈബായിരുന്നു. ഇവരെ പഴയ കഥകളും ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനും അറിയാനും പറ്റി. ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കിയ സമയത്ത് ഇതാ മക്കൾ ഇന്നലെ മൾബറി ഫുള്ള് തീർത്തു. ഇന്നാണ് ചെറീസിൻ്റെ മരം കണ്ടത്. അപ്പോൾ അതിന്ന് ചെറിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് പിന്നെ അവർ വിചാരിച്ച പോലെ അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് നശിപ്പിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ അനിയന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. പിന്നെ ഇപ്പാക്ക് വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
അങ്ങനെ പിന്നെ നമ്മളെല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. രാത്രി നല്ല മഴയും കിട്ടിയിട്ടോ. നാച്ചുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് അടിയായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഞാൻ തന്നെയാണ് നാച്ചുവിനെ മടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണം നാച്ചുവിന്. ഞാൻ ആർക്കും കൊടുത്തില്ല, എൻ്റെ മടിയിൽ തന്നെയാണ് അവൻ ഇരുന്നത്. പിന്നെ അത് വിശന്ന സമയത്ത് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ അവനൊന്ന് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഫുൾ ടൈം ആളെൻ്റെ മടിയിൽ തന്നെ ആയിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാത്രി പെയ്ത മഴയും രാവിലെയുള്ള ചെറിയൊരു മഞ്ഞും ഒക്കെ ആയപ്പം നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേര് എരുന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എരുന്തിങ്ങനെ ഈ കരയിൽ നിന്ന് കിട്ടും. അപ്പോൾ മക്കൾ പറയുന്നുണ്ട് എരുന്ത് പിടിക്കാൻ പോകാമെന്ന്. നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിർത്തിയില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ മിഠായിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.